ഞായറാഴ്ചയായാൽ യൂദാ മീറ്റ്സ് അച്ചായന്മാർ കുടുംബസമേതം ദേവാലയത്തിൽ എത്തുന്നതും കർത്താവിന്റെ ദിനത്തിൽ പ്രാർത്ഥനാ നിരതരാകുന്നതും കുടുംബമായി ആത്മീയ വളർച്ചയുടെ പടവുകൾ കയറുന്നതുമെല്ലാം നാട്ടുകാരും ഇടവക ജനങ്ങളും അവിശ്വസനീയതയോടെയും ഒപ്പം കൗതുകത്തോടെയും വീക്ഷിക്കുന്ന കാഴ്ചകളാണ്. കർത്താവിന്റെ ദിനം പരിശുദ്ധമായി ആചരിക്കുക എന്ന ദൈവകൽപ്പന അക്ഷരാർത്ഥത്തിൽ നെഞ്ചിലേറ്റിയപ്പോൾ കേൾക്കേണ്ടി വന്ന ചോദ്യശരങ്ങളും നേരിടേണ്ടി വന്ന പരിഹാസങ്ങളും പ്രാർത്ഥനയുടെ ശക്തിയാലും കുടുംബത്തിന്റെ കൂട്ടായ്മയാലും തരണം ചെയ്ത് സർവമഹത്വവും ദൈവത്തിന് നൽകി മുന്നേറുന്ന ഏറ്റുമാനൂർ സെയിന്റ് ജോസഫ്സ് ജ്ഞാനായ ചർച്ച് ഇടവകാംഗങ്ങളായ നടുത്തുണ്ടത്തിൽ രാജു, ബിജു, ജോബി, ബിനു എന്നിവരുടെ ത്രസിപ്പിക്കുന്ന വിശേഷങ്ങൾ ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ ചിന്തിപ്പിക്കേണ്ടവയാണ്. ഭൗതിക സമ്പത്ത് വാരിക്കൂട്ടാനുള്ള നെട്ടോട്ടത്തിൽ പരക്കം പായുന്നവർക്ക് വെല്ലുവിളിയാകുകയാണ് ഈ 4 ജ്യേഷ്ഠാനുജന്മാരുടെ വലിയ വില കൊടുക്കലിന്റെ സംഭവകഥ. 2007 യൂദാ മീറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങാനുള്ള സാഹചര്യമുണ്ടായത് പാലായിൽ യൂദാശ്രീയുടെ പള്ളിയിൽ പോയി ഞാനും സഹോദരങ്ങളും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പള്ളിയിൽ നിന്നും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് 2007 യൂദാ മീറ്റ്സ് എന്ന സ്ഥാപനം തുടങ്ങാൻ അനുഗ്രഹം ഉണ്ടായത്. ഞങ്ങളുടെ 4 പേരുടെയും കൂട്ടായ പ്രയത്നത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ടുണ്ടായതാണ് യൂദാ മീറ്റ്സ് എന്ന സ്ഥാപനം. എല്ലാ ഞായറാഴ്ചകളിലും അമ്മയെ കാണാൻ തറവാട്ടിൽ വരികയും എല്ലാ സഹോദരന്മാരുമായിട്ട് തറവാട്ടിൽ കൂടുകയും സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം സംസാരിച്ച് സന്തോഷത്തോടെ വരികയും ചെയ്യും. 1-ാം സ്ഥാനം കർത്താവിനും അവിടുത്തെ കൽപ്പനകൾക്കും നൽകി ഞായറാഴ്ചകളിൽ ദൈവസ്നേഹത്തെ പ്രതി കടയടച്ച് കുടുംബമായുള്ള പരിശുദ്ധ കുർബാന അർപ്പണത്തിന് പ്രാധാന്യം നൽകിയപ്പോൾ യൂദാ മീറ്റ്സിന് കർത്താവ് അത്ഭുതാവഹമായ വളർച്ചയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. 2005 ചാമ്പ്യൻ എന്ന് പറഞ്ഞ ഒരു വണ്ടി ഞങ്ങൾ ആദ്യമായിട്ട് എടുത്തു. സാമ്പത്തികമായിട്ടൊക്കെ തകർന്നതിന് ശേഷം എടുത്തപ്പോഴത്തേക്കും അതിന് ഞങ്ങൾ യൂദാ എന്ന നാമം സ്വീകരിച്ചു. അത് സ്വീകരിച്ചതിന് ശേഷം ആ വണ്ടി പോകുന്ന വഴികളിലെല്ലാം ആൾക്കാർ കളിയാക്കാൻ തുടങ്ങി. ആണ്ടെ കർത്താവിനെ ഒറ്റിക്കൊടുത്തവൻ വരുന്നു എന്നൊക്കെ കളിയാക്കാൻ തുടങ്ങിയെങ്കിലും ഞങ്ങൾ ആ പേര് മാറ്റാൻ തയ്യാറായില്ല. 2006 യൂദാ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ സോഡ ഫാക്ടറി എനിക്ക് നിലവിലുണ്ടായിരുന്നു. അതിന് ഞാൻ ലൈസൻസ് ചേർത്തി. അങ്ങനെ നിന്നപ്പോഴാണ് 2007 ഡിസംബർ 10 യൂദാ മീറ്റ്സ് എന്ന സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ഈ യൂദാ മീറ്റ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും യൂദാ എന്ന നാമത്തെക്കുറിച്ച് പറയുമ്പം ഞാൻ നിരന്തരം 2003 തൊട്ട് പ്രാർത്ഥനയിലും ഒക്കെ ആയിട്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിരന്തരം ബൈബിൾ വായിക്കുമായിരുന്നു. ബൈബിൾ വായനയിലൂടെ യൂദാ എൻ്റെ ചെങ്കോലാണ് എന്നും കർത്താവ് എൻ്റെ കർത്താവിനോട് കളി ചെയ്തു എന്നും ഒക്കെ ഉള്ള ദാവീദിന് കൊടുത്ത വാഗ്ദാനങ്ങളും ഒക്കെ ദൈവം എനിക്ക് നൽകി. ബൈബിളിലെ ഒരു മാപ്പ് ഉണ്ടായിരുന്നു. ആ മാപ്പ് ശ്രദ്ധിച്ചപ്പോഴത്തേക്ക് യൂദാ എന്ന ഗോത്രം ഉണ്ടെന്നും ഒക്കെ എനിക്ക് മനസ്സിലായി. അതാണ് സത്യം. അപ്പോൾ അങ്ങനെ അന്നേരം ഞാൻ ഞെട്ടിപ്പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഒരു ഗോത്രം തന്നെയായിരുന്നുവെന്നും ദാവീദിൻ്റെ ചരിത്രങ്ങൾ മുഴുവൻ അടങ്ങുന്ന ഒരു ഇതായിരുന്നുവെന്നും ഒക്കെ എന്നെ ദൈവം ഓരോ കാലഘട്ടങ്ങളിലൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അതാണ് സത്യാവസ്ഥ. അങ്ങനെ ദൈവ വാഗ്ദാനം പോലെ ഞങ്ങളെ അടിക്കടി ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ വളരുകയായിരുന്നു. ഞങ്ങൾ സത്യസന്ധമായിട്ട് ഒരു പ്രസ്ഥാനം നടത്തണം, അത് എല്ലാ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടാമാകണം എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനം ഇട്ടതും. ഓക്കെ, ഞായറാഴ്ച ദിവസം ഞങ്ങൾ കട അവധി ആക്കി പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങിയുകൊണ്ട് അതിൻ്റെ ഒരു ദൈവാനുഗ്രഹവും മനസ്സിനൊരു സന്തോഷവുമുണ്ട്. ഇടദിവസങ്ങളിൽ യൂദാ മീറ്റ്സിന്റെ മുന്നിൽ ഇറച്ചി വാങ്ങാനെത്തുന്നവരുടെ നീണ്ട നിര ഇതിന് ഉത്തമ തെളിവായി നിലകൊള്ളുന്നു. ഇടവക വികാരി ഫാദർ ജോ കടവിൽച്ചിറയുടെ വാക്കുകളും ഇതിനുള്ള സാക്ഷ്യപത്രമാണ്. എൻ്റെ ഇടവകയിലെ നെടുത്തുണ്ടത്തിൽ ജോസഫ് ഏട്ടൻ്റെ മക്കൾ യൂദാ മീറ്റ്സ് ബ്രദേഴ്സ്, അവരെക്കുറിച്ചാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. മക്കളായ മൂത്ത മകൻ രാജു, ബിജു, ജോബി, ബിനു എന്നീ 4 സഹോദരന്മാർ. അവരുടെ ഒരു സഹോദരി ബീന ഉണ്ട്. അപ്പോൾ അവർ നല്ല വിശ്വാസയോഗ്യമായ ജീവിത മാതൃകയാണ് നയിക്കുന്നത്. പറയാനായിട്ട് കാരണം അവർക്ക് യൂദാ മീറ്റ്സ് എന്ന് നമുക്കറിയാം കശാപ്പ് കടയാണ്. പല സ്ഥലങ്ങളിൽ അവർക്ക് അതിൻ്റെ ബ്രാഞ്ചുകളും മാംസ കച്ചവടമൊക്കെ ഉണ്ട്. സാധാരണഗതിയിൽ കശാപ്പ് നടത്തുന്നത് ഒരു ഞായറാഴ്ചയാണ് അതിൻ്റെ
കച്ചവടങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷേ ഇവരെ ഞായറാഴ്ച കച്ചവടം ഇല്ല. അപ്പം അതിൻ്റെ കാരണം ഞാൻ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞായറാഴ്ച കടവുള്ള ദിവസമാണ്, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ആ കാര്യം ഞങ്ങൾക്ക് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അവർ ഞായറാഴ്ച കച്ചവടം നടത്തുന്നില്ല, ബാക്കി ദിവസങ്ങളിലൊക്കെയാണ് അവർ കച്ചവടം നടത്തുന്നത്. ഇതെന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി. നമുക്കറിയാം, ലൗകിക സമ്പത്ത് കൂട്ടി വെക്കണം, ഒത്തിരി വർദ്ധിപ്പിക്കണമെന്ന വിചാരത്തോടു കൂടി ആളുകൾ ഓടി നടക്കുമ്പോൾ ഇവർ ഞായറാഴ്ച കിട്ടുന്ന ഈ ലാഭം അല്ലെങ്കിൽ ഈ സമ്പത്ത് ഞങ്ങൾക്ക് വേണ്ട, ബാക്കി ദിവസങ്ങളിലുള്ള മതി എന്നുള്ള ഒരു തീരുമാനം അവർ കൈക്കൊള്ളുകയും അവരെ ഇടവകയ്ക്കൊരു നല്ല മാതൃകയാകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മൂത്ത മകൻ രാജു എല്ലാ ദിവസവും ദേവാലയത്തിൽ വരും. അവന് വിശുദ്ധ കുർബാനയിൽ പരിപൂർണമായിട്ട് പങ്കെടുക്കും. അതിനുശേഷം പിതാവിൻ്റെ വടി നേർച്ചയിൽ പങ്കുകൊള്ളും, വടി നേർച്ച എടുക്കും. അതിനുശേഷം അവൻ്റെ പിതാവിനെ അടക്കം ചെയ്തിരിക്കുന്ന സെമിത്തേരിയിൽ കല്ലറയിൽ പോയി അവർ പ്രാർത്ഥിച്ചതിന് ശേഷമേ അവനും കുടുംബവും മടങ്ങുകയുള്ളൂ. ബാക്കി എല്ലാവരും എല്ലാ ഞായറാഴ്ച പോലും മുടങ്ങാതെ ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട് വന്ന് അവർ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കും. അപ്പം ഇത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു നല്ല വിശ്വാസ മാതൃകയാണ്. മറ്റുള്ള ആളുകൾക്കും ഒരു നല്ല മാതൃകയാണ്. ഞങ്ങൾക്ക് ലൗകിക സമ്പത്തിനോട് കൂടുതൽ താല്പര്യമില്ല, എന്നാലും ഉപജീവനത്തിനായിട്ട് അവരവരുടെ ജോലി ചെയ്യുന്നു. അങ്ങനെ അവർ ചെയ്യുമ്പോൾ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് അവർ പറയുന്നുണ്ട്, അല്ലാതെ തന്നെ ഒത്തിരി ലാഭം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ മക്കളെ പഠിപ്പിക്കുകയും ഒരു നല്ല നിലയിൽ ജീവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു മാതൃകയാണ് എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇടവകയ്ക്കും ഇടവകയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളോടും അവർക്ക് വളരെ സഹകരണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ പിതാവിൻ്റെ ആണ്ടുതോറും നടത്തി വരാറുള്ള ഊട്ട് നേർച്ച, മരണത്തിരുന്നാളിനോടനുബന്ധിച്ച് നടത്താറുള്ള ഊട്ട് നേർച്ച തിരുനാളിൽ ഒരു സജീവമായിട്ട് പങ്കെടുക്കുകയും ആ 9 ദിവസവും ആ ഊട്ട് നേർച്ചയിൽ ഈ നൊവേന കുർബാനയിൽ വന്ന് പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിലും എല്ലാവർക്കും നല്ലൊരു മാതൃകയായിട്ട് ജീവിക്കുന്ന ആ കുടുംബത്തിന് ദൈവാനുഗ്രഹം കൂടുതലായിട്ടുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലെത്തിയ അമ്മയെ ചേർത്തു പിടിച്ച് കുടുംബസമേതം പ്രാർത്ഥിച്ചും പങ്കുവച്ചും ഭൗതിക സമ്പത്തിലുപരി വിശ്വാസ സമ്പത്ത് പരിപോഷിപ്പിക്കുന്ന കർത്താവിന്റെ ദിനം പ്രാർത്ഥനയിലും പരസ്പര കൂട്ടായ്മയിലും ചെലവഴിക്കുന്ന യൂദാമീറ്റ്സ് ഉടമസ്ഥർ കുടുംബം എന്ന ഗാർഹിക സഭയിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിൽ വിശ്വാസി സമൂഹത്തിന് മുഴുവൻ മാതൃകയാകുകയാണ്. ഞാൻ ഇടയ്ക്ക് മദ്യപിക്കുമായിരുന്നു. ഉള്ള കാര്യം തുറന്നു പറയുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ മദ്യപിക്കുന്നത് 2009 പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതിഷ്ഠപ്പെടലോടുകൂടി ഞാൻ വീണ്ടും മദ്യപാനം ഇടയ്ക്കൊക്കെ നടത്തുമായിരുന്നു. ഈ ഇടയ്ക്ക് ദിവസങ്ങളിലൊക്കെ ഒരു വൈകിട്ട് കിടക്കാന്നൊരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞൊക്കെ അടിക്കും. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ മദ്യപിക്കുന്ന ദിവസങ്ങൾ തൊട്ട് ഷട്ടർ താത്തിരിക്കും. ലാസ്റ്റ് അങ്ങനെ ഒരു 3 പ്രാവശ്യം ഷട്ടർ താത്തു. അങ്ങനെ ഞാൻ തിരിച്ചറിഞ്ഞു, ഇത് ദൈവത്തിന് ഇഷ്ടമല്ലാത്തതാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ച ഓഫ് കൊടുത്ത പോലെ തന്നെ എൻ്റെ മദ്യത്തിൽ നിന്ന് ഞാൻ പിന്തിരിഞ്ഞു. അതിനുശേഷമാണ് സാമ്പത്തികമായിട്ടൊക്കെ ഞങ്ങൾക്ക് പല ഉയർച്ചകളും ദൈവം തന്നു. ഷെക്കന ന്യൂസ്, കോട്ടയം.